നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ഡോക്ടർ ബിനയൻ ചുനക്കരയാണ്. ഇന്ന് പറയാൻ പോകുന്നത് വാവുബലിയുടെ പ്രാധാന്യവും അതിൻ്റെ പിന്നിലുള്ള കഥയും കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടൊപ്പം ഇതിൻ്റെ ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ ലഭ്യമാകുന്നതാണ്. അപ്പം വാവുബലിയുടെ പ്രാധാന്യം എന്താണ്, അതിൻ്റെ പിന്നിലുള്ള കഥ എന്താണെന്നാണ്. ഒരിക്കൽ കടലിനെ പോലും കൈക്കുമ്പിളിൽ നിർത്തിയ അഗസ്ത്യമുനിക്ക് ഒരിക്കൽ യാത്രാമധ്യേ കാട്ടിൽ ഒരു രാത്രി കഴിച്ചുകൂട്ടേണ്ടി വന്നു. രാവേറെ ചെന്നപ്പോൾ ഏതോ കുറേ ജീവനുകളുടെ കൂട്ടക്കരച്ചിലുകൾ കേട്ടു. ആകാംക്ഷ തോന്നിയ അഗസ്ത്യർ ശബ്ദം കേട്ട വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലെത്തി എത്തുകയും ആ അദൃശ്യ ജീവനുകളുടെ കരച്ചിലാണെന്ന് അഗസ്ത്യർക്ക് മനസ്സിലാകുകയും ചെയ്തു. എന്തിനാണ് നിങ്ങളിങ്ങനെ കൂട്ടത്തോടെ കരയുന്നത്? നിങ്ങൾ ആരാണ് എന്ന് അദ്ദേഹം അവരോട് ചോദിക്കുകയുണ്ടായി. സ്ഥൂല ശരീരം നഷ്ടപ്പെട്ട, അതായത് മരിച്ച ആത്മാക്കളാണ് എന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്നവരാണ്. മരിച്ചു കഴിഞ്ഞ് ശരീരമില്ലാതെ ഇനി ഉദ്ഗതി വരണമെങ്കിൽ വംശജർ ഉദകക്രിയകൾ ചെയ്യണം. ഇതുവരെ ആരും അത് വേണ്ട വിധം ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഗതി കിട്ടാതെ അശാന്തരായി ഇവിടെ അലയുകയാണെന്ന് പറഞ്ഞു. അഗസ്ത്യർ ചോദിച്ചു, നിങ്ങൾ എവിടെ ജീവിച്ചിരുന്നു? ആ വംശത്തിൽ ഇപ്പോൾ ആരുമില്ലേ? ഉള്ളവർ എന്താണ് ഇത് ചെയ്യാത്തത്? വംശത്തിൽ ആളുണ്ട്, അവർക്ക് ഇതിൽ യാതൊരു താല്പര്യമുള്ള ആളുകളല്ല, ഒരു വിശ്വാസവുമില്ല. ഇതെല്ലാം അറിയാവുന്ന ഒരാൾ എന്നാൽ ആ വംശത്തിലുണ്ട്. അയാൾ ഇത് ശ്രദ്ധിച്ചിട്ടുമില്ല. പരേതാത്മാക്കൾ ഇങ്ങനെ പറഞ്ഞു. അഗസ്ത്യർ ചോദിച്ചു, അയാൾ ആരാണ്? എവിടെയുണ്ട്? അവർ പറഞ്ഞു, അയാളുടെ പേര് അഗസ്ത്യർ എന്നാണ്, മഹാമുനിയാണ്. ഈ ചെറിയ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ശ്രദ്ധിക്കാനാവില്ല. അഗസ്ത്യർ ധ്യാനനിഷ്ഠനായി ഓരോ പരേതാത്മാവിനും താനുമായുള്ള ബന്ധം ധ്യാനത്തിലൂടെ തിരിച്ചറിഞ്ഞ് മുനി അവിടെ തങ്ങി സ്വന്തം വംശജരുടെ പിതൃക്കൾക്ക് തർപ്പണം നടത്തി നിത്യമുക്തി വരുത്തി. അഗസ്ത്യർ ഇങ്ങനെ ചെയ്തത് തമിഴ്നാട്ടിലുള്ള അംബാസമുദ്രത്തിലാണെന്നും അംബാസമുദ്രത്തിലെ പാവനാശത്തിലാണെന്നും താമ്ര പൗർണമി നദിയിലാണെന്നും ഒക്കെ പറഞ്ഞൊരു വിശ്വാസമുണ്ട്. സനാതന സംസ്കാരത്തിൻ്റെ പിറവി മുതലേ പിതൃതർപ്പണം ഭാരതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ശ്രീരാമൻ, യുധിഷ്ഠിരൻ തുടങ്ങിയവർ പോലും പിതൃതർപ്പണം ചെയ്ത് രാമായണത്തിലും മഹാഭാരതത്തിലും പോലും പറഞ്ഞിട്ടുണ്ട്. ജീവൻ മുക്തി തടയപ്പെടുന്ന പരേതാത്മാവിന് അടുത്ത തലമുറയിൽ അശാന്തിയും അരിഷിതാവസ്ഥയും ഉണ്ടായാൽ അത് വരും തലമുറയെ ബാധിക്കുമെന്ന് വിശ്വാസം. അടുത്ത തലമുറയുടെ കർത്തവ്യ നിർവഹണമാണ് പിതൃബലി എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. ഈ പിതൃബലി ഇടുന്നതിന് പിന്നിലെ തത്വം എന്ന് വെച്ചാൽ, ഒരേ തേജസ്സിൽ നിന്ന് പിരിഞ്ഞ് വിരാജിച്ച് ഒടുവിൽ അതേ തേജസ്സിൽ വിലയം ചെയ്യേണ്ടതാണ് ഈ അണ്ടകടാകത്തുള്ളതല്ല. അങ്ങനെ അണ്ടകടാകത്തിലുള്ളതല്ല അങ്ങനെ തന്നെയാണ്. ഈ തിരിച്ചുപോക്കലിനെ സ്ഥൂല ശരീരം വിട്ട ജീവതേജസ്സിനെ മഹാതേജസ്സിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന മരണാനന്തര കർമ്മങ്ങളും പിതൃ സംബന്ധമായ ചടങ്ങുകളും പൂർവികർക്ക് വേണ്ടി അടുത്ത തലമുറയുടെ കർത്തവ്യ നിർവഹണവുമാണ് ഇതിൻ്റെ പ്രത്യേകത. മനുഷ്യർക്ക് 5 തരം യജ്ഞങ്ങളുണ്ട്. ആദ്യത്തെ ബ്രഹ്മയജ്ഞം എന്ന് പറയും. വേദാദികളും നിത്യനിദാനവും മായാസത്യവും പ്രപഞ്ച പരമാത്മാവും
അറിയാനുള്ള യജ്ഞമാണ് ഇത്. രണ്ടാമത്തെ യജ്ഞം എന്ന് പറയുന്നത് ദേവയജ്ഞമാണ്. താൻ ഉപാസിക്കുന്നതും അല്ലാത്തതുമായ ദേവതകളെക്കുറിച്ച് സൂക്ഷ്മത്തിൽ അറിയുകയും അവരെ പൂജിക്കുകയും ഉപചരിക്കുകയും ചെയ്യുന്നതാണ് രണ്ടാമത്തെ യജ്ഞമായ ദേവയജ്ഞം. മൂന്നാമത്തെ യജ്ഞം എന്ന് പറയുന്നത് മനുഷ്യയജ്ഞമാണ്. മറ്റു മനുഷ്യരെയും തന്നെ പോലെ കണ്ട് സ്നേഹിച്ച് അവർക്ക് തന്നാലാവതും വിധം ഉപകാരം ചെയ്യുന്നതാണ് മനുഷ്യയജ്ഞം. നാലാമത്തെ യജ്ഞം ഭൂതയജ്ഞമാണ്. സർവ ജീവജാലങ്ങളും ചരാചരങ്ങളും ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. അതിനെ ഉപദ്രവിക്കരുത്. മാത്രവുമല്ല പോറ്റി നിലനിർത്തുവാൻ വേണ്ടിയതാണ് ഈ യജ്ഞം. അതാണ് മനുഷ്യയജ്ഞം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ യജ്ഞം എന്ന് പിതൃയജ്ഞമാണ്. അവസാനത്തെ താൻ ഈ മണ്ണിൽ മനുഷ്യനായി പിറവിയെടുക്കാൻ കാരണമായ അച്ഛനമ്മമാർക്കും പിതൃക്കൾക്കും പൂർവികർക്കും അത്യാവശ്യം ചെയ്യേണ്ട കർത്തവ്യ നിർവഹണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇത്. മറ്റെല്ലാ യജ്ഞങ്ങളിലും പ്രഥമവും പ്രാധാന്യവും ഇതിന് ഉണ്ട്. സ്ഥൂല ശരീരം വിട്ടുപോയ പൂർവികർ സ്വന്തം പുണ്യബലം കൊണ്ട് ദേവന്മാരെ പോലെ സൂക്ഷ്മ ശരീരികളായി നിലനിൽക്കുന്നു. പിതൃ തേജസ്സുകളും അവരിൽ ഉൾപ്പെടും. ഇവരുടെ കാരുണ്യവും ആശീർവാദവും പിൻതലമുറയുടെ ജീവിത സൗഭാഗ്യത്തിന് അത്യാവശ്യമാണ്. ദാമ്പത്യ സന്താന കാര്യങ്ങൾ തുടങ്ങി സർവ്വതിലും ഇതിൻ്റെ പ്രഭാവമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ട ഈ കർമ്മങ്ങൾ ചെയ്ത് നമ്മളുടെ കർത്തവ്യം നിറവേറ്റണം. അപ്പം നിങ്ങൾ കർക്കിടക വാവുബലി ഇടുന്നതിന് വളരെ ഭക്തി ആദരപൂർവ്വമാണ് ചെയ്യേണ്ടത്. അപ്പോൾ വാവെന്ന് പറയുന്നത് 2 തരമുണ്ട്. കറുത്ത പക്ഷത്തിലെയും വെളുത്ത പക്ഷത്തിലെയും ആണ്. എന്നാൽ അമാവാസിയും പൗർണമിയും ഇതിൽ അമാവാസിയിൽ ചെയ്യുന്ന പിതൃതർപ്പണമാണ് വാവുബലി. സൂര്യനും ചന്ദ്രനും ഒരേ രാശിയിൽ വരുന്നത് അമാവാസി. ആ അമാവാസി പിതൃക്കളുടെ തിഥിയാണ്. പിതൃക്കളുടെ തിഥിയിൽ ചെയ്യുന്ന ബലികർമ്മത്തിന് ഒരുപാട് പ്രാധാന്യവും പുണ്യവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിതൃതർപ്പണം ചെയ്യണം. മരണം മുതൽ പുല തീരും വരെ നടത്തുന്ന സാധാരണ ബലി ഒരു മണ്ഡലകാല 41 ദിവസം തികയുമ്പോൾ നടത്തുന്നത് മണ്ഡലബലി. ആണ്ടുതോറും നടത്തുന്നത് ആണ്ടുബലി. മാസം തോറും നടത്തുന്നത് മാസബലി. അങ്ങനെ ശേഷം കർക്കിടകം അമാവാസി പോലുള്ള അമാവാസിയിൽ ചെയ്യുന്നതാണ് വാവുബലിയായിട്ട് കണക്കാക്കുന്നത്. അപ്പം വാവുബലി വളരെ ഭക്തിയോടും ശുദ്ധി, അതായത് ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ ആചാരങ്ങൾ പാലിച്ച് വേണം. അത് ശരീരശുദ്ധി, മനഃശുദ്ധി, കർമ്മശുദ്ധി ഇവയാണ് പ്രധാനമായും ബലിയിടുന്നതിന് വേണ്ടത്. തലേ ദിവസം വ്രതാനുഷ്ഠാനം ആരംഭിക്കണം. തലേ ദിവസം ഒരിക്കൽ മാത്രം ആഹാരം കഴിക്കുക, അതായത് അരി ആഹാരം കഴിക്കുക. പ്രായാധിക്യവും രോഗാധിക്യവും ഉള്ളവർക്ക് അവർക്ക് പറ്റുന്ന രീതിയിൽ മാത്രം ഇത് വ്രതാനുഷ്ഠാനങ്ങൾ എടുത്താൽ മതി. അല്ലാതെ വാവുബലിക്ക് മത്സ്യമാംസാദികൾ കഴിവിൻ്റെ ഒഴിവാക്കണം. വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുന്നവർ അവർക്ക് കഴിയുന്ന രീതിയിൽ, ഇപ്പോഴത്തെ ആളുകളെന്ന് പറയുമ്പോൾ സാധാരണ പോലെയല്ല, പല രോഗങ്ങളും മറ്റും ഉള്ള ആളുകൾ അതിന് വേണ്ട മരുന്നും ഒക്കെ കഴിക്കേണ്ടതുകൊണ്ടാണ് കൃത്യമായി ആഹാരക്കാര്യത്തിലൊന്നും മാറ്റം വരുത്തിയെന്ന് വെച്ച് കുഴപ്പമൊന്നും വരില്ല. പക്ഷേ മത്സ്യമാംസാദികൾ കഴിവിൻ്റെ രാവിലെ പൊളിച്ച് ശുദ്ധിയോടുകൂടി ഒക്കെ ചെയ്യേണ്ട വ്രതാനുഷ്ഠാനങ്ങൾ, നാമജപമൊക്കെ നടത്തി ചെയ്യേണ്ട കർമ്മമാണ്. അപ്പം നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് മാത്രം വ്രതാനുഷ്ഠാനം നടത്തിയാൽ മതി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു വിധമായ ദോഷവും ഉണ്ടാകില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.
നമസ്കാരം.